റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കുടുംബാധിപത്യത്തിനെതിരായ വിമർശനത്തിൽ വിശദീകരണവുമായി ശശി തരൂർ MP റിപ്പോർട്ടറിനോട്. ഒരു പാർട്ടിയെയോ ഒരു കുടുംബത്തെയോ ആക്ഷേപിച്ചിട്ടില്ലെന്ന് തരൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മറിച്ചുള്ള പ്രചരണങ്ങൾ വിവാദമുണ്ടാക്കാൻ വേണ്ടിയാണ്. രാഹുൽ ഗാന്ധിയുടെ 2017 പ്രസംഗമാണ് ലേഖനത്തിലുള്ളതെന്നും തരൂർ പറഞ്ഞു. ലേഖനം വായിക്കാത്തവരാണ് വിമർശിക്കുന്നതെന്നാണ് MM ഹസന്റെ ആരോപണത്തോടുള്ള മറുപടി. തരൂർ പറഞ്ഞതൊന്ന് കേൾക്കാം. ലേഖനവുമായി ബന്ധപ്പെട്ടൊരു വിമർശനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. MM ഹസന്റെ ഒരു അതിരൂക്ഷ വിമർശനം വന്നിട്ടുണ്ട്. താങ്കൾ എല്ലാം വിമർശനങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. നമ്മുടെ ഈ ലേഖനത്തിൽ ഒരു വിമർശനം ഉണ്ടല്ലോ, കുടുംബാധിപത്യം. അത് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും ഉദ്ദേശിച്ച വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. വായിക്കാത്തവരിങ്ങനെ പറയുന്നത് എല്ലാ പാർട്ടികളെയും കുറിച്ച് പറഞ്ഞു. നമ്മുടെ സാമൂഹ്യത്തിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യം നല്ലതാണ്. നമ്മൾ ഇതിനെക്കാട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം വേണമെന്നാണ്. അതെൻ്റെ വിശ്വാസം തന്നെയാണ്. പക്ഷെ അത് പുതിയതേ പറയില്ല, മുമ്പ് പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞൊരു കാര്യമാണത്. 2017 ബേർക്ക്ലി പോയി പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു പാർട്ടിയോ ഒരു കുടുംബത്തിനെ ആക്ഷേപിച്ചിട്ടാണെന്ന്. അതൊക്കെ ആൾക്കാർ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു. ഇതിൽ എല്ലാ പാർട്ടിയുടെയും ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ. പാർട്ടി സംസാരിക്കും അതിനെക്കുറിച്ച്. പാർട്ടിയുടെ അഭിപ്രായം ഞാൻ ഇങ്ങനെ പറയും. ആ അല്ല, ഇതിനെ പഠിക്കണം. നമ്മൾക്ക് എന്ത് കണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താ കാരണങ്ങൾ, ഇതൊക്കെ അവിടെ ഇറങ്ങിയവരാണ് കുറച്ചും കൂടി ചെയ്യേണ്ടത്. എന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ഗ്രൗണ്ട് ലെവലിൻ്റെ ഒരു സ്വന്തം അറിവില്ല. ഞാൻ ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്തായാലും നമ്മുടെ നേതൃത്വം പഠിക്കണം. എന്തായിരുന്നു വിഷയം, എന്തായിരുന്നു ആവശ്യം പഠിച്ചിട്ടുണ്ട്. പിന്നീട് അത് 6 മാസത്തിനകത്ത് അതിൻ്റെ പ്രയോറിറ്റി ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ശശി തരൂർ പറഞ്ഞത്. നമുക്കിപ്പോൾ TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ശശി തരൂർ പറയുന്നത് കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള തന്റെ വിമർശനം ഏതെങ്കിലും ഒരു കുടുംബത്തെ, നെഹ്റു കുടുംബത്തെ ഉദ്ദേശിച്ചുള്ളതല്ല, ഇതെല്ലാ പാർട്ടിക്കാരെയും ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് പറയുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം അത് പഠിക്കണം, തന്നെ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് വിളിച്ചില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ശശി തരൂർ. ഉടക്കിലാണോ തരൂർ? TV പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും തരൂർ ഉടക്കിൽ തന്നെയാണ്. തരൂരിന് ഇപ്പോഴുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത്, തരൂർ ലേഖനങ്ങൾ എഴുതും, അതിശക്തമായി കോൺഗ്രസിനെ വിമർശിക്കും. പക്ഷേ സംസാരിക്കുന്ന സമയത്ത് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പുറത്ത് പറയുകയും ചെയ്യും. ആ രീതിയാണ് ഇപ്പോൾ തുടരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനോടൊന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കൾ ആരും പ്രതികരിച്ചില്ല. അതിൽ MM ഹസനാണ് കാര്യമായി ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് MM ഹസന് മാത്രമാണ് ശശി തരൂർ മറുപടി നൽകുകയും ചെയ്ത്. എന്തായാലും ആ ലേഖനം വായിച്ചവർക്കെതിരെ അറിയാം, അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് നെഹ്റു കുടുംബത്തിനെതിരായി ശശി തരൂർ പങ്കുവെച്ചത്. പക്ഷെ പുറത്തു പറയുന്ന സമയത്ത് താൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ശശി തരൂർ. അരുൺ, സമീപകാലത്ത് ഒരിക്കലും ഇങ്ങനൊരു നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം സാങ്കേതികമായി കോൺഗ്രസിൽ നിൽക്കുകയും കോൺഗ്രസിൻ്റെ സംഘടനാപരമായ കാര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ പ്രത്യക്ഷമായി ഒരു സഹായവും ചെയ്യാത്ത രീതിയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അവർക്ക് സഹായകരമാവുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടും നടപടിയെടുക്കാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. തരൂർ ഏത് കളത്തിലാണ് എന്ന് യഥാർത്ഥത്തിൽ വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതല്ലെങ്കിൽ തരൂർ സ്വന്തം നിലയ്ക്ക് ഇറങ്ങി പോവുകയും വേണം. തരൂർ അതിന് തയ്യാറാകുന്നുമില്ല, പുറത്താക്കാനൊട്ട് കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. അവരുടെ ഒരു നിലപാട് തരൂർ പറയുന്നത് പറയട്ടെ, അതിനോട് പ്രതികരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എഴുതിയ കാര്യം നിഷേധിക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ.